ബീഹാറിലെ ബറോണിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ഇന്ത്യയുടെ 9ാമത്തെ ലോങ്സ്റ്റ് റണ്ണിങ് ട്രെയിനിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ബറോണിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന 12521 രത്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിനാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി ഇപ്പോൾ 10 മണിയാവുന്നു, 10:50 എടുക്കുന്ന വണ്ടിയാണ്. ഇന്ന് മൺഡേ ആണ്. മൺഡേ നൈറ്റ്, ട്യൂസ്ഡേ നൈറ്റ്, വെനസ്ഡേ നൈറ്റ് കഴിഞ്ഞ് 3 രാത്രി കഴിഞ്ഞിട്ട് തേഴ്സ്ഡേ രാവിലെ ഒരു 11 മണി റേഞ്ചിനാണ് ഇത് എറണാകുളം എത്തുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ 3 വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഭയങ്കര ചൂടാട്ടോ, ഒരു രക്ഷയില്ല. ഇരുന്നൊഴുകണുണ്ടോ, വേർത്തം കുളിക്കുക. രാത്രിയായിട്ടും വേർക്കുമായിരുന്നു. ടെമ്പറേച്ചർ വലുതായിട്ടില്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ്. നമ്മുടെ വണ്ടി ഇതിലായിട്ടും വന്നിട്ടില്ല. അത് മിക്കവാറും കോച്ചിൻ ഡിപ്പോന്നൊക്കെ എടുത്ത് വരുമ്പോഴേക്കും 10 മണിയൊക്കെ കഴിയും. ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി വന്നതാണ്. ഇത് നമ്മുടെ സദേൺ റെയിൽവേയുടെ വണ്ടിയാണ്. എവിടെ നിന്നാണെന്നറിയോ? കോയമ്പത്തൂരിലെ പോത്തന്നൂരില്ലേ, അവിടെ നിന്ന് ബറോണി വരെ വന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കി, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എറണാകുളം പട്ന കണ്ടു. നമ്മുടെ അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ഈ ബീഹാർ ഭാഗത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ ഓടിക്കുന്നുണ്ട് ഇവര്. വേണ്ട, പോത്തന്നൂർ ബറോണി സ്പെഷ്യൽ. ഈ ബറോണി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ടൗൺ ആണ്. ഇവിടെ വേറെ അല്ലാണ്ടൊന്നുമില്ല. ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിന്റെ ഒരു റിഫൈനറി ഉണ്ട്, പിന്നെ ഒരു തെർമൽ പവർ പ്ലാന്റ് ഉണ്ട്, പിന്നെ അങ്ങനെ ഓരോ ഫാക്ടറിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ബറോണിയിൽ അതൊക്കെയാണുള്ളത്, വേറെ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ റെയിൽവേയുടെ ടേംസിൽ റെയിൽവേ ഇവിടെ നിന്ന് കുറേ ലൈൻ തിരിയുന്ന ഒരു, ബീഹാറിന്റെ പല ഭാഗത്തേക്ക് ലൈൻ തിരിയുന്ന ഒരു മെയിൻ ഒരു സ്റ്റേഷനാണ്. ഇവിടെ മെയിനായിട്ട് വണ്ടികൾ നിർത്തുന്നത് ക്രൂ ചേഞ്ച്, പിന്നെ വെള്ളം നിറയ്ക്കൽ, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ കുറേ ഗുഡ്സ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ്, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. അപ്പം ഗുഡ്സ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നൊരു സ്റ്റേഷനാണ് ഈ ബറോണി. ഇതിൻ്റെ കോഡ് എന്താണെന്നറിയോ? BJU. നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ ബിജു എന്നായിരിക്കും വായിക്കുന്നത്. BJU എന്നാണ് ഈ ഒരു സ്റ്റേഷന്റെ കോഡ്. ഈ ബറോണി ഉള്ളത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലെ സോൻപൂർ എന്ന ഡിവിഷനിലാണ് ഈ ബറോണി ഉള്ളത് കേട്ടോ. സോൻപൂർ ഡിവിഷൻ, അവരാണ് ഈ ഒരു രത്തിസാഗർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബറോണി എറണാകുളം രത്തിസാഗർ എക്സ്പ്രസ് വരുന്നുണ്ട്. അതിന്റെ റേക്കും കൊണ്ട് വരുന്നുണ്ട്. ഇതിന്റെ ലോക്കോ ഞാൻ നേരത്തെ കണ്ടായിരുന്നു. ലോക്കോ ഞാൻ കാണിച്ചു തരാം. റോയവറും ഷെഡിന്റെ ലോക്കോ ആണ്. ഈ വണ്ടിയിൽ നമ്മളിന്ന് തിങ്കളാഴ്ച രാത്രി കയറിയാൽ നമ്മൾ എത്തുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് കേട്ടോ. ഇത്രേ സമയം എടുക്കും. കുറച്ച് ലോങ് റൂട്ടാണ് ഈ പോകുന്ന വണ്ടി. റോയവരം ഷെഡിന്റെ ഒരു WP7 ആണ് നമ്മളെ ചെന്നൈ വരെ എത്തിക്കുന്നത്. 30358 അതാണ് നമ്പർ കേട്ടോ. റോയവരത്തിന്റെ ലോക്കോ ആണ് കേട്ടാ. ഈ ലോക്കോ ചെന്നൈ, ഈ വണ്ടി ചെന്നൈ പോകല. അപ്പൊ ഈ ലോക്കോ ചെന്നൈ വരെ കാണും. ചെന്നൈന്ന് വേറെ ലോക്കോ ആയിരിക്കും. അതും മിക്കവാറും റോയവരത്തിന്റെ ആയിരിക്കും. സ്വാഭാവികം, നല്ല നോർമൽ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. വണ്ടി നിർത്തുന്നതിന് രൂപത്തിലെ ആൾക്കാർ കയറി നോക്ക്, കയറി പോകുന്ന കണ്ടോ. എൻ്റെ ദൈവമേ, ഇതെന്താണിത്? ഷോ, എൻ്റെ പൊന്നെ, സീറ്റ് പിടിക്കാനുള്ളതാ, വേറെ ഒന്നുമല്ല. കോമഡി കേട്ടോ. ഓ, ഇതിന്റെ സ്ലീപ്പറൊക്കെ വൻ ശോകം. ഓ, പുറത്തോടെ നിന്ന് കഴുകി. ഇത് കഴുകാറൊന്നും ഇല്ലെന്ന് തോന്നി. ഇത് കഴുകിയിട്ട് എന്ത് ചെയ്യാ? അയ്യോ, AC ഒക്കെ എന്താവോ എന്തോ, ഒരു പിടിയില്ല. നമ്മൾ പോകുന്നത് സെക്കൻഡ് AC-ക്കാണ്. ആക്കെ എന്താവോ എന്തോ. കയറി നോക്കുമ്പോൾ അറിയാം, പുറത്തോടൊക്കെ ഭയങ്കര ചെളി. ഇതിൽ പാൻട്രി കാറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പാൻട്രിയിൽ നിന്ന് ഭക്ഷണം മേടിക്കാനേ നോക്കുന്നില്ല. ഇതിൻ്റെ പാൻട്രിയൊക്കെ ഭയങ്കര ശോകമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാൻട്രി കാർ ഉണ്ടോ. 6 സ്ലീപ്പർ ഉണ്ട് ഇതിന്. പിന്നെ അത് പിന്നെ AC ആണ് കേട്ടോ. നമ്മുടെ ഏറ്റവും ബാക്കിലാണ്, ചെന്നൈന് ഫ്രണ്ടിലായിരിക്കും. മുന്നിലൊരു M1 എക്കണോമി ഉണ്ട്. പിന്നെ AC 3 ടയർ ആണ്. AC 3 ടയർ ലാസ്റ്റിലാണ് നമ്മുടെ 2 ടയർ വരുന്നത്. ഫസ്റ്റ് AC ഉണ്ട് ഈ വണ്ടിക്ക്. ഇവർ AC കോച്ച് മാത്രം പുറത്തൂടെ നിന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് കണ്ടാ അറിയാം, കാരണം വെള്ളമയം ഉണ്ട് AC കോച്ചിൽ മാത്രം. സ്ലീപ്പറിലൊന്നും ഒന്നുമില്ല കേട്ടാ. AC-ൽ വെള്ളമയമുണ്ട് പുറത്തൂടെ. AC ഒക്കെ ഭേദമുണ്ട് കേട്ടോ. അകത്താണേലും കുഴപ്പമില്ലെന്ന് തോന്നിട്ട്. ഇത് അടുത്ത കോച്ചാണ് നമ്മുടെ കേട്ടോ. അടുത്താണ് നമ്മുടെ AC 2 ടയർ A1. ഇത് കൊള്ളാമല്ലോ കോച്ച്. നൈസ് നൈസ് നൈസ്. പുതിയ കോച്ചാന്ന് തോന്നുന്നു കേട്ടോ. പുതിയ അല്ല, ഓർമ്മ 2022 ഉണ്ടാക്കിയാണ്. അടിപൊളി. ഇതാണ് നമ്മുടെ കോച്ച് A1 രത്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അടിപൊളി അടിപൊളി വണ്ടി കയറാം. AC ആയത് കൊണ്ട് വൃത്തിയുണ്ട് കേട്ടോ. AC ആയത് കൊണ്ട് മാത്രം നല്ല കോച്ച്. ഇതൊക്കെ ഇവിടെ നിന്ന് നല്ലപോലെ ഒരു വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ 29 സീറ്റ്. ഏതാ 29? ഏതാ? ഇവിടെ തോന്നുന്നു 29. ഈ സീറ്റ് നമ്പർ കണ്ടുപിടിക്കാനല്ല, ഇത് 36. ഞാൻ ഇവിടെ തന്നെ ഇവിടെയാണ് നമ്മുടെ ബർത്ത്. സൈഡ് ലോവർ. നല്ല നീറ്റ് കോച്ചാണ്, നല്ല വൃത്തിയുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല മെയിൻറ്റെയിൻഡ് കോച്ച് വേണം കേട്ടോ.
എന്തായാലും കൊള്ളാം. സ്ലീപ്പറൊക്കെ ഉണ്ടല്ലോ, സ്ലീപ്പറൊക്കെ ഷോക്കാണ്. AC ബെറ്റർ. നമുക്കിനി ലോക്കോടെ ഒരു ഫോട്ടോ എടുക്കണം പോയിട്ട്. അതിന് മുമ്പ് ടോയ്ലറ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടോന്ന്. അത് വൃത്തിയുണ്ടോ എന്തോ, കുഴപ്പമില്ല. ഓക്കെ എന്ന് പറയാം, അല്ലാണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നമ്മുടെ ലോക്കോടെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. ഈ ലോക്കോ ഇനി അഴിക്കുന്നത് ബുധനാഴ്ച രാത്രി ആയിരിക്കും കേട്ടോ. ഇതിന് നെയിം ബോർഡ് നൈസ് നെയിം ബോർഡ് നോക്കി കാണിച്ചു തരാം. രപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, പറവണ്ണി, എറണാകുളം. വെട്ടം വരും ഒന്നുകൂടെ കാണിച്ചു. ഇപ്പോൾ വലിയ വെട്ടമില്ല. ലോക്കോടെ ഒരു ഫോട്ടോ എടുക്കാൻ വന്നതാണ്. നമ്മുടെ സദനിലൂടെ ലോക്കോ ആണ് ഈ വണ്ടി വഹിക്കുന്നത്. സാധാരണ ഇവർക്ക് തന്നെ ലോക്കോ ഷീട്ടുണ്ട്, പറവണിക്ക് ലോക്കോ ഷീട്ടുണ്ട്, അവരുടെ ലോക്കോ ആണ് കൊടുക്കാറ്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ചെന്നൈയിൽ നിന്ന് കൊടുത്തുവിട്ട ലോക്കോ ആയിരിക്കും, സെയിം ആയിരിക്കും റിട്ടേൺ പോകുന്നത്. അപ്പോൾ ഈ വണ്ടി ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറയാം. നമുക്കിനി കോച്ചിൽ പോയി കയറാം. നമ്മുടെ രപ്തിസാഗർ അങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ വിൻഡോ ഒക്കെ ഭയങ്കര ചെളിയാണ് കേട്ടോ. ഇപ്പോൾ സമയം 10:55. ഇതിൽ ആൾക്കാർ കയറുന്നത് ബറോണിയിൽ നിന്ന് അങ്ങനെ ആരും കയറിയില്ല, ഞാൻ മാത്രമേ കയറിയുള്ളൂ. സമസ്തിപൂർ എന്ന സ്റ്റേഷൻ, അടുത്ത സ്റ്റേഷൻ, അവിടെ നിന്ന് ആൾക്കാർ കയറും. എൻ്റെ മുകളിലുള്ള ആൾ മൻകാപ്പൂർ അങ്ങനെ എന്തൊരു സ്റ്റേഷൻ ഉണ്ട് അടുത്ത്. നാളെ രാവിലെ 8:30 UP അപ്പോൾ അവിടെ നിന്ന് ആൾ കയറും. അങ്ങനെ നാളെ രാവിലെയാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത്. ഇന്ന് രാത്രി ആൾക്കാർ കയറുന്നത് കുറവാണ്. നമ്മുടെ വണ്ടി പോകുന്നത് ഗോരഖ്പൂർ വഴിയാണ്. ഇവിടെ നിന്ന് രാത്രി നമ്മൾ മറ്റേ സോൻപൂർ, മുസാഫർപൂർ ആ വഴിയൊക്കെ നമ്മൾ ഗോരഖ്പൂർ എത്തും രാവിലെ 6:30. എന്നിട്ട് ഗോരഖ്പൂരിൽ നിന്ന് നമ്മൾ ലക്നൗ ഉണ്ടല്ലോ, ലക്നൗവിൽ ഐഷ്ബാഗ് എന്ന സ്റ്റേഷൻ, അവിടെയാണ് ഈ വണ്ടിക്ക് സ്റ്റോപ്പുള്ളത്. ഐഷ്ബാഗ്, കാൺപൂർ വഴി നമ്മൾ വൈകിട്ട് ഝാൻസി എത്തും. ഒത്തിരി കറങ്ങി പോകുന്ന വണ്ടിയാണ്. ശരിക്കും ഷോർട്ടസ്റ്റ് റൂട്ട് ഇതല്ല, ഷോർട്ടസ്റ്റ് റൂട്ട് വേറെയാണ്. ഇവരിനകത്ത് ബ്ലാങ്കറ്റോ പില്ലോ ഒന്നും വെച്ചിട്ടില്ല. അതൊക്കെ വണ്ടി വന്നപ്പോൾ പ്ലാറ്റ്ഫോമിലാണ് ഇവർ കയറ്റിയത്. പ്ലാറ്റ്ഫോമിൽ കയറ്റി ഏതോ ഒരു കൊച്ചി കയറ്റി അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇവിടെ വരുമ്പോഴേക്കും കുറഞ്ഞതൊരു 10-20 മിനിറ്റ് എടുക്കും. നല്ല ബെസ്റ്റ് സർവീസ് കേട്ടോ. എന്നാൽ പിന്നെ ഇതേ കോച്ചിൻ ഡിപ്പോ അവർക്ക് കയറ്റിക്കൂടെ അല്ലേ. അപ്പോൾ കിടക്കാൻ പോവാണ്. സമയം 11 11:30 ആവുന്നതിന്. ഇപ്പോൾ സമസ്തിപൂർ എത്തുമ്പോൾ ആൾക്കാർ കുറച്ച് പേര് കയറും. അപ്പം രാവിലെ ആകുമ്പോൾ എനിക്ക് മിക്കവാറും ഗോരഖ്പൂറൊക്കെ ആവുമായിരിക്കും. നോക്കാം, ലേറ്റ് ആവത്തൊന്നുമില്ലായിരിക്കും. ഈ വണ്ടി അങ്ങനെ ലേറ്റ് ആവുന്ന കുറവാണ്. അങ്ങനെ എപ്പോഴും ലേറ്റായിട്ട് ഓടാറില്ല. വീക്കിലി വണ്ടിയും കൂടെ അല്ലേ. കണ്ണാടി മൊത്തം വേപ്പറായില്ലേ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ കാണാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ ആയപ്പോൾ നമ്മളിവിടെ കിടക്കുന്നത് ഗോരഖ്പൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലാണേ. ഗോരഖ്പൂർ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് കേട്ടോ. എൻ്റെ ഒരു ഗുഡ്സ്ട്രീം വരുന്നു. കുറേ നേരം പിടിച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി ബിഫോർ ടൈം കൂടിയാണ്. ഞാൻ ഗോരഖ്പൂർ ഒന്നും ഇതിനായിട്ട് വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. വണ്ടി ഇപ്പോൾ കുറേ നേരം ഇവിടെ പിടിച്ചിട്ടേക്കുന്നു. ഞാൻ യൂട്യൂബിൽ തൊട്ട് ഇവിടെ പിടിച്ചിട്ടേക്കുവാ. നേരത്തെ വന്ന് കിടക്കുക. ഇവിടെ തൊട്ടടുത്ത സ്റ്റേഷനാണ് ഗോരഖ്പൂർ ജംഗ്ഷൻ. കുറേ വണ്ടി ഇങ്ങോട്ട് വരുന്നല്ല, നമ്മുടെ വണ്ടി കൂടെ പോകുന്നേ ഇല്ല കേട്ടോ. എന്ത് വണ്ടിയത്? ലക്നൗ വാരണാസിയോ കൃഷക് എക്സ്പ്രസ് എന്ന എന്തൊരു വണ്ടിയാണ് കേട്ടോ. ലക്നൗ വാരണാസി സിറ്റി. ഇവിടെ ഗോരഖ്പൂർ തിരക്കായതാണോ എന്തുവാണെന്നൊന്നും അറിയത്തില്ല. എത്ര നേരം അറിയോ? 6:25 ഗോരഖ്പൂർ കയറേണ്ടതാണ്. ഇപ്പൊ 6:27 സമയം. ഈ ഗോരഖ്പൂരൊക്കെ ഉള്ളത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണാണ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ലക്നൗ NER ഡിവിഷൻ എന്ന ഡിവിഷനാണ്. ലക്നൗ തന്നെ 2 ഡിവിഷനുണ്ട്, ലക്നൗ NRഉം ലക്നൗ NERഉം. അങ്ങനെ ലക്നൗ NER ഡിവിഷനിലാണ് ഈ ഗോരഖ്പൂർ വരുന്നത്. 6:30 ആയപ്പോൾ ഗോരഖ്പൂർ കണ്ടോൺമെന്റ് നിർത്താൻ വേണ്ടി ഇപ്പോൾ ജംഗ്ഷനിലേക്ക് പോകാം കേട്ടോ. നേരത്തെ വന്ന വണ്ടി ഇവിടെ 6 മണിക്ക് അങ്ങോട്ട് വന്ന, 6 മണിക്ക് മുമ്പ് എങ്ങനെ വന്ന ഇവിടെ. വണ്ടിയിൽ ഇതിലായിട്ട് മലയാളികൾ ആരും ഇല്ല കേട്ടോ. എല്ലാവരും ഇവിടുത്തുകാരാണ്, നോ മലയാളീസ്. അത്ര നേരം ആ സ്റ്റേഷൻ കൊണ്ട് പിടിച്ചിട്ടേ കൂടാതെ ഇവിടെ ഔട്ടറിൽ കൊണ്ട് പിടിച്ചിട്ടേക്കും കേട്ടോ. യാത്ര തുടങ്ങി ഒരു ദിവസം, ഒരു രാത്രി കഴിഞ്ഞേ ഉള്ളൂ. കണ്ട് ഇതിനകത്ത് വെള്ളമില്ല. ഇത് കണ്ട, ടാപ്പ് തുറന്നിട്ടും വെള്ളം വരുന്നില്ല. കണ്ട എന്തൊരു അവസ്ഥ കണ്ടാ. നല്ല ബെസ്റ്റ് മെയിൻ്റനൻസ്. നമ്മുടെ ശരിക്കുള്ള ട്രിപ്പ് പ്ലാൻ അനുസരിച്ച് നമ്മൾ ഗോരഖ്പൂർ ആയിരുന്നു ആദ്യം വരേണ്ടിയിരുന്നത്. പക്ഷേ ഗോരഖ്പൂർ വരാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വരും ഒരു ദിവസം ഗോരഖ്പൂർ രപ്തിസാഗറിൽ. നമുക്കൊന്ന് കാലില് പണി കിട്ടിയോണ്ടാണ് ആ ഒരു ഇത് ക്യാൻസൽ ആക്കേണ്ടി വന്നത്. അത് വലിയൊരു മിസ്സായിരുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന് എന്താവോ എന്തോ അവനൊരു താല്പര്യം ഇല്ലാത്ത പോലെ വർത്തമാനം പറഞ്ഞ് റെയിൽ മദതി വിളിച്ചു പറയും. കാരണം ഇവർ ഈ റെയിൽ മദത്തിൽ വിളിച്ച് പറയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ കോച്ചിൽ നമ്പർ കൊടുത്തേക്കുന്നത്. റെയിൽ മദതി വിളിച്ചു പറഞ്ഞാൽ അവർക്ക് എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. ആ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ആദ്യം പറയുന്നത് ഈ കോച്ചിലുള്ള നമ്പറിൽ വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഒരു വണ്ടി എങ്ങനെയൊക്കെ ലേറ്റ് ആക്കണമെന്ന് നോക്കി ഓൺ ടൈം അടിച്ച് വന്നത്. ഇപ്പോൾ നോക്കുക, അവിടെ ഗോരഖ്പൂർ വിടേണ്ട സമയമായി, എന്നിട്ടും ഗോരഖ്പൂർ കയറ്റിട്ടില്ല ഇതുവരെയായിട്ടും.
വണ്ടിയുടെ പേര് ഗോദാൻ എക്സ്പ്രസ് എന്നാണ്. ഇത് ഗോണ്ടാൻ എന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് മുംബൈ LTTക്ക് പോകുന്നൊരു വണ്ടിയാണ്. അതിങ്ങോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ വണ്ടി വിടുകയും ചെയ്തു. WDG 60 കിടക്കുന്നുണ്ട്, ഗാന്ധിധാം ഷെട്ടിൽ. നോക്കി, ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡീസൽ ലോക്കമാണ്. ഈ ഗോരഖ്പൂറിന് ഇപ്പൊ ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉണ്ട്. നേരത്തെ ഇല്ലായിരുന്നു, ഷിപ്പും ഉണ്ട്. ഗോരഖ്പൂരിന് ഒരു WP4 ആണ് കിടക്കുന്നത് കേട്ടോ. 25 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ വണ്ടി ഇവിടെ എത്തിക്കുന്നത് കേട്ടോ. 6:25 കാരനാണ്, 6:50 ആയപ്പോഴാണ് ഇപ്പോൾ കയറുന്നത്. നല്ല വലിയൊരു സ്റ്റേഷനാണ്. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടി 2ാമത്തെ പ്ലാറ്റ്ഫോം ഉള്ളത് ഗോരഖ്പൂർ ജംഗ്ഷനിലാണ് കേട്ടോ. കണ്ടാ, ഗോരഖ്പൂർ. ഫുള്ള് ആൾക്കാരുണ്ട് കയറാൻ വേണ്ടി, ഫുള്ള് കേട്ടോ. എല്ലാവരും ജനറലിലേക്കുള്ള ആൾക്കാരാണ്. നമ്മുടെ അങ്ങോട്ടേക്കൊക്കെ ഈ പണിക്ക് വരുന്ന അതിഥി തൊഴിലാളികളൊക്കെ വരുന്ന ഒരു വണ്ടിയും കൂടെ ആണിത്, UP ബീഹാർ എന്നൊക്കെ. അപ്പോൾ നല്ല തിരക്കുണ്ടാവും വണ്ടിയിൽ. ഈ വണ്ടി ഭയങ്കര ലോങ്ങസ്റ്റ് റൂട്ടാണ് വരുന്നത്. ഇത് ശരിക്കും ഇതിൻ്റെ ഷോർട്ടസ്റ്റ് വരാൻ പറ്റുന്ന റൂട്ടെന്ന് പറയുന്നത് ബറോണിയിൽ നേരെ താഴോട്ട് മറ്റേ ജാർഖണ്ഡ് വഴി ടാറ്റാനഗർ വഴി കയറി വിശാഖപട്ടണം ആ ഒരു ഭുവനേശ്വർ ലൈനിൽ കൂടെ കയറി വരാം. അതാണ് ഏറ്റവും എളുപ്പം. നിങ്ങൾ ആ വീഡിയോയുടെ തുടക്കത്തിൽ മാപ്പ് ഉണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ കറങ്ങി അടിച്ചൊക്കെ ഈ വണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കണത്. ഗോരഖ്പൂരിൽ നിന്ന് വണ്ടി എടുത്ത് നമുക്ക് രാവിലത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഒരു നിവൃത്തിയില്ല. പുറത്തുനിന്ന് സൊമാറ്റോ നോക്കിയപ്പോൾ ഇല്ലെല്ലാം ഉച്ചയ്ക്കേ ഉള്ളൂ കാണിക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് നമ്മൾ ലക്നൗ എത്തും. ഉച്ചയ്ക്കല്ല, രാവിലെ ഒരു 11-11:30 ആകുമ്പോൾ. സൊമാറ്റോയിലും കാണിക്കുന്നില്ല, മറ്റേ IRCTCയുടെ ഫുഡ് ഓൺ ട്രാക്കിലും കാണിക്കുന്നില്ല. എനിക്കറിയില്ല എന്ത് ചെയ്യാൻ. ഈ ഗോരഖ്പൂരിൽ നിന്ന് നേപ്പാൾ ബോർഡറിലേക്ക് ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമുക്ക് ബസ്സിന് പോകാൻ പറ്റും. നിങ്ങൾ ഇഷ്ടംപോലെ റീൽ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ. നേപ്പാൾ പോകാൻ വേണ്ടി ബെസ്റ്റ് വേണ്ടി രത്തിസാഗർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ രത്തിസാഗറല്ല, മറ്റേ ഇതിനും പോകാം. ഗോരഖ്പൂർ ഇറങ്ങിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൂടുതൽ ആൾക്കാർ പോകുന്ന മറ്റേ വണ്ടിക്കാണ്, മറ്റേ ഗോരഖ്പൂർ രത്തിസാഗറിനാണ്. അങ്ങനെ 2 രത്തിസാഗറാണ് നമ്മുടെ ഇന്ത്യൻ നിലവിലുള്ളത്. രത്തിസാഗർ എന്ന് വെച്ചാൽ ഈ ഭാഗത്തൂടെ മറ്റേ രത്തി എന്നൊരു നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ രത്തി നദി ഒഴുകുന്ന സ്ഥലത്ത് നിന്നും സാഗറുള്ള സ്ഥലം, എറണാകുളത്തേക്ക് അല്ലെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടിയാണ് രത്തിസാഗർ എന്ന് പറയുന്നത്. കോച്ചിൽ വെള്ളം വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വെള്ളം തീർന്നാവാൻ വഴിയില്ല. കാരണം ഇന്നലെ രാത്രിയില്ല വണ്ടി വിട്ടോ, അത്ര പെട്ടെന്ന് തീരുവോ വെള്ളം, എനിക്ക് തോന്നുന്നില്ല. ഈ ഭാഗത്ത് വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ. 100-110 റേഞ്ചൊക്കെ ഉള്ളൂ. ട്രെയിൻ അത്ര വലിയ സ്പീഡിലൊന്നും അല്ല പോകുന്നതേ. ഗോരഖ്പൂർ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ രപ്തിസാഗറിന്റെ അടുത്ത സ്റ്റോപ്പാണ് ഖലീലാബാദ് കേട്ടോ. ഇവിടത്തെ സ്റ്റേഷനൊക്കെ പിന്നെയും ബെറ്റർ ആണ്. ഈ ബീഹാറിലെ സ്റ്റേഷനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇവിടെ കേട്ടോ. നല്ല വൃത്തിയും കേട്ടോ, ട്രാക്കൊക്കെയാണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ല. സ്റ്റേഷനൊക്കെയാണ് നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ നമ്മൾ ഇന്നലെ കണ്ടൊക്കെ എന്ത് ശോകമായിരുന്നല്ലേ. എക്സ്പ്രസിലൊരു വണ്ടിയാണ് പോയത്. അത് ആനന്ദ് വിഹാറിൽ നിന്ന് സഹർസ വരെ പോകുന്നതാണ്. അതിന്റെ ലോക്കോ ഫെയിൽ ആയിട്ട് ഏതോ G9 ലോക്കോ റെസ്ക്യൂ വെച്ച് പോകുന്നതാണ് ഇപ്പൊ കണ്ടത് കേട്ടോ. അതിന്റെ ഒറിജിനൽ ലോക്കോ WP സൈഡ് ഫെയിൽ ആയതാണെന്ന് തോന്നുന്നു. എന്നിട്ട് അത് റെസ്ക്യൂ ചെയ്ത് പോവാം.
കോച്ചിൽ വീണ്ടും വെള്ളം വരുന്നില്ല. എനിക്കറിയത്തില്ല, നല്ല ബെസ്റ്റ് കോച്ചാണ് കിട്ടിയത്. അകത്തൊക്കെ വൃത്തിയുണ്ടെങ്കിലും പക്ഷെ വെള്ളത്തിന് പ്രശ്നമാണ്. ഇപ്പോഴും വെള്ളം വരുന്നില്ല. ഞാൻ ലാസ്റ്റ് റെയിൽ മതിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ആള് വന്നില്ല. ആള് വന്ന് എന്തോ നോക്കിയിട്ടൊക്കെ പോയി. കൊള്ളാം എന്തായാലും കേട്ടോ. ഈ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ആരും വരുന്നില്ലെന്നാൽ നമുക്ക് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങനെ ഈ വണ്ടിക്കകത്ത് ഈ രണ്ട് രാത്രി സഹിക്കാതിരിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ബസ്തിയിൽ എന്നൊരു സ്റ്റേഷനിലെത്തി ഏതൊരു വണ്ടി കണ്ട് പോകുന്നു കേട്ടോ. ബസ്തി സത്യാഗ്രഹ എക്സ്പ്രസ്. ഇത് ആനന്ദ് വിഹാറിന്ന് റെക്സോൾ എന്നൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് സത്യാഗ്രഹ എക്സ്പ്രസ് കേട്ടോ. ഇവിടുത്തെ വണ്ടികളിലൊക്കെ പേര് ഭയങ്കര ഗാംഭീര്യമുള്ള പേരുകളാണ് കേട്ടോ. സത്യാഗ്രഹ. വേറെ വണ്ടിയുണ്ട് ഇതിലേക്കൂടി പോകുന്നത്, എന്താ സ്വതന്ത്രത സേനാനി. ഭയങ്കര ഗാംഭീര്യം അടുപ്പമുള്ള പേരൊക്കെ ഇവിടുത്തെ വണ്ടികൾക്കൊക്കെ. ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് കേട്ടോ. ഇതുപോലെ മോശം സർവീസുള്ളൊരു വണ്ടി സത്യം പറയാമല്ലോ. ഇതിലെ ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് കാര്യം മര്യാദയ്ക്ക് പണിയെടുക്കുന്നില്ല. കാറ്ററിങ്ങിലെ ആൾക്കാർ ഇതിനായിട്ടും ഭക്ഷണം പോയി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എനിക്കറിയില്ല ഭക്ഷണം കിട്ടുമെന്ന് തന്നെ. അവർ കംപ്ലൈൻറ്റിനെ 2 തവണ കൊടുത്തു. മറ്റേ ഇവരുടെ നമ്പറിൽ വിളിച്ച് പറഞ്ഞു, റെയിൽ മതിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം ഒരാൾ വന്ന് നോക്കിയിട്ടെന്തോ പോയി, പിന്നെ ഒരു അനക്കവും ഇല്ല. ഇപ്പം ആദ്യം വിളിച്ച നമ്പറിന് അടുത്തും വിളിച്ചിട്ട് പറയാം പാനി വന്നു. ഞാൻ പറഞ്ഞു വന്നില്ലെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ച്. നമുക്ക് ഈ ഇവരെ വിളിച്ച് പറയുന്നവരാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നല്ല ബെസ്റ്റ് ആൾക്കാരാണ് കേട്ടോ. ഈ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ എന്ന് പറയുന്നത് ഭയങ്കര മോശം സോണാണ്. എനിക്ക് പല തവണ ഇവിടുത്തെ ഈ സ്റ്റേഷന് ഒന്നും കൊള്ളൂല, വണ്ടിയും കൊള്ളൂല. ആകെ ഇതിൽ കോച്ചിനകം മാത്രം കൊള്ളാം, വൃത്തിയുണ്ട്. വേറെ അല്ലാണ്ട് പുറത്ത് ഒരു ഇതുമില്ല. ഇതുപോലൊരു ആ ടോയ്ലറ്റിന് അങ്ങോട്ട് അടുക്കാനേ പറ്റത്തില്ല. ഭയങ്കര ഇവർ ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ലേ. വെള്ളവും ഇല്ല, ഒന്നുമില്ല. എന്ത് പറയാനാ, സഹിച്ചേ പറ്റത്തുള്ളൂ. കംപ്ലൈൻറ്റ് ആയിട്ടുള്ള ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് ജാൻസി എത്തുന്ന വരെ, അതായത് വൈകിട്ട് വരെ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് 110 കാണത്തുള്ളൂ. കാരണം ഈ ഒരു സെക്ഷൻ കാൺപൂർ ഈ ഒരു നമ്മൾ വരുന്ന റൂട്ടൊക്കെ 110 മാക്സിമം സ്പീഡ്. അപ്പോൾ ഈ മാക്സിമം സ്പീഡ് എങ്ങനെയാണ് അറിയുന്നത്? പിന്നെ റെയിൽവേയുടെ മാപ്പൊക്കെ ഒരു സൈറ്റിലുണ്ട്. ആ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ത്യ റെയിൽ ഇൻഫോ എന്ന സൈറ്റാണ്. അതിനകത്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് എടുക്കുന്ന പോലെ ഇന്ത്യൻ റെയിൽവേയുടെ മാപ്പ് കിട്ടും. അപ്പോൾ മാപ്പിങ്ങനെ സൂമിൻ ചെയ്ത് നോക്കിയാൽ ഓരോ ട്രാക്കിൻ്റെ അവിടുത്തെ മാക്സിമം സ്പീഡ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഈ നോക്കി പറഞ്ഞത്. നിവർത്തിയില്ലാഞ്ഞിട്ട് ഇതിനകത്ത് രാവിലെ കഴിക്കാൻ മേടിച്ചു. കാരണം പുറത്തുനിന്നൊന്നും കിട്ടാനില്ല. ഞാൻ പറഞ്ഞില്ലേ, സൊമാറ്റോയിലില്ല, ഫുഡ് ഓൺ ട്രാക്കിലല്ല, ഉച്ചവട്ടേ ഉള്ളൂ കിട്ടുന്നത് പുറത്തുനിന്ന്. ഓംലെറ്റ് മേടിച്ചു. ഓംലെറ്റും കട്ട്ലറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓംലെറ്റ് വലിയ പണിയെടുത്തില്ലെന്ന് വിശ്വസിക്കാം. രപ്തിസാഗർ ഇപ്പം മൻകാപൂർ ജംഗ്ഷൻ എന്നൊരു സ്ഥലത്തെത്തി. ഈ അയോധ്യ ഉണ്ടല്ലോ, അയോധ്യക്ക് അടുത്തുള്ളൊരു ജംഗ്ഷൻ കൂടാണ് ഇത് കേട്ടോ. അപ്പുറത്തേത് വണ്ടി കിടപ്പുന്നില്ല. അത് ഓവർടേക്ക് വല്ലതാണോ? നമ്മളതിന് ഓവർടേക്ക് അടിക്കുവാണോ ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇതൊരു വണ്ടി ബറൗണി അങ്ങോട്ട് പോകുന്ന വണ്ടി കേട്ടോ. ബറൗണി ലക്നൗ. ഇന്നലെ നമ്മൾ കണ്ടില്ല, ആ വണ്ടിയാണത്. അതവിടെ പിടിച്ചിട്ടേക്കാം. നമ്മൾ മിക്കവാറും ഓവർടേക്ക് ആയിരിക്കും. കൊള്ളാം, നൈസ്. നമ്മളിപ്പോൾ ഗോണ്ട ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ലോക്കോ ഷെഡ് ഉണ്ട്, ഈ ഇലക്ട്രിക് ലോക്കോ ഷെഡ്. അപ്പോൾ ഇവരുടെ മിക്ക എല്ലാ ലോക്കോസും ഗുഡ്സ് ലോക്കോസാണ്. WP7 ലോക്കോസും ഉണ്ട്. അപ്പോൾ ഗുഡ്സ് ലോക്കോസൊക്കെ മിക്കവാറും നമ്മുടെ അവിടെ ഗുഡ്സും കൊണ്ടൊക്കെ വരാറുണ്ട്. മിക്കപ്പോഴും കാണാറുണ്ട് ഗോണ്ടയുടെ WG7, WG9 അങ്ങനെ കുറേ ലോക്കോസ് ഉണ്ട്. ഇതാണ് ഗോണ്ട ജംഗ്ഷൻ. നമ്മളങ്ങനെ ലക്നൗ ഔട്ട്സ്കട്ട്സ് ഒക്കെ ഏകദേശം എത്താറായി. നമ്മളിപ്പോൾ ബാരബങ്കി ജംഗ്ഷൻ എന്നൊരു സ്ഥലം എത്താറായിട്ടുണ്ട്. ഈ ബാരബങ്കിന്ന് അയോധ്യയിലേക്ക് ലൈൻ തിരിയുന്നുണ്ട്. അതാണ് ഇതൊരു ജംഗ്ഷനായിട്ട് വന്നത്. ബാരബങ്കി കഴിഞ്ഞ പിന്നെ ബാദ്ഷാ നഗറൊക്കെ ലക്നൌവിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഐഷ്ബാഗ്. ബാരബങ്കി സ്റ്റേഷൻ എത്തുമ്പോഴേക്ക് നമ്മൾ നോർത്തേൺ റെയിൽവേയിൽ കയറും. ഈ 3 രാത്രി നീണ്ടു നിൽക്കുന്ന ഈ വലിയ യാത്രയ്ക്ക് നമുക്കായാലും സെക്കൻഡ് എ സിക്ക് 4050 രൂപയാണ്. ഭയങ്കര എക്സ്പെൻസീവാണ്. ഇത്ര പൈസയായി. പക്ഷെ നല്ല 3 ദിവസം ഉണ്ടല്ലോ. ഇതൊരു കുഞ്ഞൊരു സ്റ്റേഷനാണ് കേട്ടോ, ബാരാബങ്കി. കുഞ്ഞൊരു സ്റ്റേഷനാണ്.
ചെറിയൊരു സ്റ്റേഷനാണ്. ഇതിന് അപ്പുറത്ത് കാണിച്ചു തരാം. പ്ലാറ്റ്ഫോം ആണെന്ന് പറയത്തേ ഇല്ല. കണ്ടോ എവിടൊക്കെയാ നോക്കിയാ സ്റ്റോപ്പ് ഇത് കണ്ടോ. ഈ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ശോകം. ഈ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിലെയും ഈസ്റ്റ് സെൻട്രലിലൊക്കെ സ്റ്റേഷനിലൊക്കെ പറയുന്നേ ഭയങ്കര ശോകമാണ്. എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇവർക്ക് ഇനി അത്ര ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു രക്ഷയിൽ ഈ വണ്ടിക്കകത്ത് ഇതിനകത്തിരുന്ന് വരെ മറ്റേ പാൻപരാഗ് ചവയ്ക്കുന്ന കുറെ ഡാശീത സാധനങ്ങളുണ്ടറിയോ. ഭയങ്കര അയ്യോ എൻ്റെ ദൈവമേ. ഇങ്ങനെയൊന്ന് അവിടെ എത്തിയാൽ മതി. നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്തത് ഗോമതി നഗർ എന്ന ഒരു സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ നല്ല സെറ്റപ്പ് സ്റ്റേഷനാണ്. ഇത് കണ്ടോ എൻ്റെ കെട്ടിടം നോക്കി. എൻ്റെ ദൈവമേ അടിപൊളി. ഇത് ഈ ലക്നൌവിലെ തന്നെ കുറേ സ്റ്റേഷനുണ്ട് ലക്നൌവില് മെയിൻ ആയിട്ടുള്ള. അതിലൊരെണ്ണമാണ് ഈ ഗോമതി നഗർ. നമ്മുടെ ഹൈദരാബാദിലെ ചർലപ്പള്ളി സ്റ്റേഷനിലെ ഏകദേശം അതേപോലെ ഇല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ലക്നൌവിലെ ഒരു കിടില സ്റ്റേഷൻ ഗോമതി നഗർ. ഗോമതി നഗർ മാത്രമല്ല, ലക്നൗ ജംഗ്ഷൻ ഉണ്ട്, ലക്നൗ ചാർബാഗ് ഉണ്ട്, പിന്നെ നമ്മൾ പോകുന്ന ഐഷ്ബാഗ് ഉണ്ട്. അങ്ങനെ കുറേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ നല്ല വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തോരം വണ്ടി കിടക്കുന്നത് ഗോമതി നഗർ കേട്ടോ. അടിപൊളി ബിൽഡിംഗ് ആണ് അതിൻ്റെ. ഇതാണ് ലക്നൌവിലെ ഒരു സ്റ്റേഷൻ ബാദ്ഷാ നഗർ. നമ്മൾ ഈ ലക്നൗ സിറ്റിയുടെ മോളിൽ കൂടെ ആണ് നമ്മൾ ഈ പോകുന്ന ലൈൻ പോകുന്നത് കേട്ടോ. നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയാൽ മതി. ലക്നൗ ആ ഒരു മെയിൻ ഏരിയ സ്കിപ്പ് ചെയ്താണ് നമ്മൾ ഈ രത്തിസാഗർ പോകുന്നത്. നമ്മുടെ അവിടെ നിന്ന് ലക്നൌവിലേക്ക് വരണമെങ്കിൽ ആകെ 2 വണ്ടിയേ ഉള്ളൂ. ഈ 2 രത്തിസാഗറും 2 രത്തിസാഗർ മാത്രമേ ഉള്ളൂ, വേറെ വണ്ടിയൊന്നുമില്ല. എറണാകുളം പാട്നയൊക്കെ വേറെ വഴിയാണ് വരുന്നത്. അപ്പോൾ ലക്നൌവിലേക്ക് വരണമെങ്കിൽ ഈ രപ്തിസാഗറിന് കയറി വരാനേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു വന്ദേ ഭാരത് റേക്ക് കൊണ്ടിട്ടേക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് മറ്റേ ഓവർഹോൾ ആവാറായ വന്ദേ ഭാരത് തോന്നുന്നു. വേണ്ട ഓടാത്ത വേണ്ട പൊടിയൊക്കെ പിടിച്ച് ഒരുമാതിരി ഇതിലായിരിക്കുന്നത്. വേണ്ട ഓറഞ്ച് വന്ദേ ഭാരത്. ഈ ലക്നൌവിനൊക്കെ ഇഷ്ടംപോലെ വന്ദേ ഭാരത് പോകുന്നൊരു സ്ഥലം കൂടാണ്. എന്തോ വലിയ കെട്ടിടമൊക്കെ ഉണ്ട്. അടൽ ബിഹാരി വാജ്പേയി കൺവെൻഷൻ സെന്ററോ എന്തോ ഒരു സംഭവം. ലക്നൗ സിറ്റിയുടെ ഏകദേശം നമ്മളെ നടുക്കൂടാണ് പോകുന്നത്. കുറെ ചേരികളും അടുത്തടുത്ത വീടുകളൊക്കെ കണ്ടോ. ലക്നൗ സിറ്റി എന്നൊരു സ്റ്റേഷനാണ് കേട്ടോ. ലക്നൗ സിറ്റി ഇവിടെ അങ്ങ് സ്റ്റോപ്പൊന്നുമില്ല. 4 പ്ലാറ്റ്ഫോമുള്ള ഒരു സ്റ്റേഷനാണ് കേട്ടോ ലക്നൗ സിറ്റി. ലക്നൗ സിറ്റി കഴിഞ്ഞിട്ടാണ് ഐഷ്ബാഗ് വരുന്നത്. നമ്മൾ വീണ്ടും നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ കയറി കേട്ടോ. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ് ഈ ലക്നൗ സിറ്റി ഒക്കെ ഉള്ളത്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നോർത്തേൺ റെയിൽവേ കയറും. ഏകദേശം 2-3 മിനിറ്റ് ലേറ്റേ ഉള്ളൂ. നമ്മളങ്ങനെ ലക്നൌവിലെ ഐഷ്ബാഗ് ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തായാലും ഒരു 10-15 മിനിറ്റ് ഇടും, കാരണം ഇമ്പോർട്ടൻ്റ് ഒരു സ്ഥലമല്ലേ. ഇത് സാധാരണ ഒരു സ്റ്റേഷനാണ് കേട്ടോ. ഞാൻ കരുതി കുറച്ച് വലിയ സ്റ്റേഷനായിരിക്കും. നോക്കിയേ, ഇത് സ്റ്റേഷന്റെ കെട്ടിടമൊന്നും ഇല്ലേ. എന്ത് സംഭവം ഇത് കണ്ടോ, നടുക്ക് കണ്ടോ. ഇതെന്താണ് ഇങ്ങനെ? ലക്നൌവിലെ ഒരു സ്റ്റേഷനാണ് പോരെ ഐഷ്ബാഗ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണിത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നോർത്തേൺ റെയിൽവേ കയറുന്നത്. ഈ ലക്നൌവിൽ 2 സോൺ വരുന്നുണ്ട്. ലക്നൗ ചാർബാഗ് ഒക്കെ നോർത്തേൺ റെയിൽവേയിലാണ്, ഇത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ പോരെ. ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇത് സാധാരണ ഒരു സ്റ്റേഷൻ.
ഈ വണ്ടിയുടെ ഇത് ലക്നൗ സിറ്റിയിലാണ് ഈ ഒരു സ്റ്റേഷൻ കേട്ടോ. ഈ വണ്ടിയുടെ ലക്നൌവിലെ ഏക സ്റ്റോപ്പാണിത്. ബാദ്ഷാനഗർ കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അടുത്തത് ഉന്നാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഉന്നാവ് ജംഗ്ഷൻ. അത് ഇന്ന് കാൺപൂർ വരുന്നത് കേട്ടോ. കൊള്ളാം എന്തായാലും. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ലക്നൗ വന്നിട്ടുണ്ട്, മറ്റേ ചാർബാഗ് വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ വന്നിട്ടില്ല, ഐഷ്ബാഗ് വന്നിട്ടില്ല. അങ്ങനെ ഇവിടെ ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് നമ്മുടെ രത്തിസാഗർ പുറപ്പെട്ടിരിക്കുകയാണ് ലക്നൌവിൽ നിന്നും. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ നേരെ നമുക്ക് ലക്നൗ ചാർബാഗ് സ്റ്റേഷൻ അങ്ങോട്ട് പോവാം. നമ്മൾ റൈറ്റ് എടുത്താണ് നമ്മൾ ഉന്നാവ് ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ റൈറ്റ് എടുത്ത് പോവാം. ചാറവാറ റെയിൽവേ ട്രാക്കാണ് ഇത് കണ്ടോ. നമ്മുടെ മോളിൽ കൂടെ റോഡ് പോകുന്ന പോലെ റെയിൽവേ ട്രാക്ക് പോകുന്ന കണ്ടോ കേട്ടോ. എന്തായാലേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ലൈനാണ് കണ്ടോ. നമ്മൾ അതിന്റെ താഴെ കൂടെ പോവാ ഉള്ളല്ലേ. ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ഇവിടെ ഫസ്റ്റ് AC-യുടെ ടോയ്ലറ്റിൽ വന്ന ഇതിന്റെ അവസ്ഥ നോക്ക്. വൻ ശോകം എന്ന് വെച്ചാൽ വൻ ശോകം. ഇതുപോലൊരു വൃത്തികെട്ട വണ്ടിന്റെ ദൈവമേ. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ വണ്ടിയിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരും യാത്ര ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഭയങ്കര വൃത്തികേടാണ്. എസ്പെഷ്യലി ഇതിന്റെ ടോയ്ലറ്റ് കാണിക്കാൻ പറ്റാത്ത വിധം വൃത്തികേടാണ് കേട്ടോ. ഇങ്ങനെ ഓരോ മണിക്കൂർ കഴിയുന്നത് വൃത്തികേടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരോടാണ് പറഞ്ഞ് ഇവര് ഒന്നും കേൾക്കത്തുമില്ല. ആ വെള്ളത്തിന്റെ ഇഷ്യൂ ഇതിനോട് ശരിയാക്കിയിട്ടില്ല. ഞാനിപ്പോ എത്ര തവണ വിളിച്ചു പറഞ്ഞ റെയിൽ മതത്തില് ഒരനക്കമില്ല. മറ്റേ ഐഷ്ബാഗ് വെച്ച് ഒരു പുള്ളി വന്ന് നോക്കിയിട്ട് പോയെന്നല്ലാണ്ട് ഒരു ഇതുമില്ല. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കുറെ ആൾക്കാർ കേട്ടോ. പറഞ്ഞ കാര്യമില്ല. എനിക്ക് തോന്നുന്നില്ല അതെങ്കിലും ശരിയാവണം. അതെന്തെങ്കിലും മെയിൻ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും. ഇവന്മാർ വന്ന് നോക്കിയിട്ടൊന്നും അവന്മാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഹിമസാഗർ എക്സ്പ്രസ് നമ്മൾ പോയ പോലെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തവസ്ഥയല്ലേ. എന്നിട്ട് അതിനകത്ത് വന്ന് പാൻപരാഗ തുപ്പി വെച്ചേക്കുന്നുണ്ടോ. എന്നാൽ പിന്നെ ഇവന്മാർക്ക് പുറത്തോട്ട് തുപ്പണം. അത് ചെയ്യത്തില്ല. അല്ലാത്തപ്പോൾ പുറത്തോട്ട് തുപ്പും. നോക്കി കാണിച്ചു വെച്ചേക്കുന്ന പരിപാടി. അറ്റ് ലാസ്റ്റ് നമ്മുടെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ കോച്ചിന് വെള്ളം വന്നിരിക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെയാ വന്ന് ഞാൻ പറയാവേ. ഞാനവിടെ നിൽക്കാൻ നേരത്തൊരു ടിക്കറ്റ് ചെക്കിങ് സ്റ്റാഫ് ഒരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ മലയാളിയാണ്. അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 2-3 തവണ റെയിൽ മതത്തിൽ കംപ്ലയിൻറ്റ് ചെയ്ത ഒരു ആക്സിഡൻ്റ് പറഞ്ഞപ്പം പുള്ളി ആരണ്ടൊക്കെ വിളിച്ചിട്ട് വന്ന് ഓൺബോർഡ് ഹൗസ് കീപ്പിനെക്കൊണ്ട് എന്തൊക്കെ ചെയ്ത് ഒരു 10-20 മിനിറ്റിൽ ശരിയായി. അവന്മാർക്കത് ചെയ്താൽ പോരായിരുന്നു. എന്തിനാണ് ഈ വെറുതെ എത്ര ഇത് മടിയന്മാരാട്ടോ. മടിയന്മാരെന്ന് വെച്ചാൽ വൻ മടിയന്മാർ. രത്തിസാഗർ ഇപ്പം ഉന്നാവ് ജംഗ്ഷൻ എന്നൊരു സ്ഥലത്തേക്കൊണ്ടിരിക്കുകയാണ്. UP-യിലാണ് ഇതെല്ലാം. ഇവിടെ നിന്ന് 2 ലൈൻ തിരിയുന്നുണ്ട്. ഒന്ന് ബലമൗ എന്നൊരു സ്ഥലത്തേക്കും പിന്നെ ഊൺചഹാർ എന്നൊരു സ്ഥലത്തേക്കും. എന്നിട്ട് ഇതായിട്ടാണ് കാൺപൂർ സെൻട്രൽ വരുന്നത്. നമ്മൾ വൈകിട്ട് ഒരു 4:45 സമയത്താണ് ഝാൻസി എത്തുന്നത്. അപ്പോൾ ഝാൻസി കഴിഞ്ഞാൽ പിന്നെ മെയിൻ റൂട്ടാണ്. പിന്നെ സീനൊന്നുമില്ല. ഇത് ഈ ഒരു റൂട്ട് ഒരു സുഖമില്ല, കാണാനും ഒന്നുമില്ല. സ്പീഡും വെള്ളമായിട്ടില്ല. 110 ഉള്ളൂ. 130 ഝാൻസി കഴിഞ്ഞിട്ടാണ് ഉള്ളത്. നമ്മുടെ കോച്ച് 2023 ജാനുവരിയിൽ ഉണ്ടാക്കിയ കേട്ടോ. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിൽ. ഇവിടെ ഒരു ആൾക്ക് കൊടുക്കുന്നുണ്ട് ലക്നൗ വേണ്ടി. നോക്കി അടിപൊളി. WDM 3A ആണെന്ന് തോന്നുന്നു കേട്ടോ. പേര് പോലും മര്യാദയ്ക്ക് വായിക്കാൻ പറ്റുന്നില്ല. റായ്ബറേലി നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ റായ്ബറേലിയൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി. അവിടെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ റായ്ബറേലിക്കൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത്.
വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ബറോണിക്കാരാണല്ലോ. അപ്പം ബറോണിയിൽ ഈ വണ്ടി കിടക്കുന്നതിനെക്കാട്ട് സമയം എറണാകുളത്ത് കിടക്കുന്നുണ്ട് അറിയോ. ഇത് തിങ്കളാഴ്ച നമ്മളിപ്പം വിട്ടല്ലോ, തിങ്കളാഴ്ച വിട്ടിട്ട് ഇത് വ്യാഴാഴ്ച രാവിലെയാണ് ഇത് എറണാകുളം എത്തണത്. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇത് പോവും. ഒരു ദിവസം കറക്റ്റ് ഒരു ദിവസം കിടക്കും. പക്ഷെ ബറോണിൽ അത്ര നേരം കിടക്കത്തില്ല. അപ്പം വെള്ളിയാഴ്ച രാവിലെ എടുത്തിട്ടിത് ഞായറാഴ്ച രാത്രി അർദ്ധരാത്രി 12 മണി സമയം, അതായത് തിങ്കളാഴ്ച അന്ന് ഇതെത്തും. അന്ന് ഇത് ബറോണിയിലെത്തും. എന്നിട്ട് അന്ന് തന്നെ രാത്രി ഇതെടുക്കും. അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. വീക്ക്ലി വണ്ടിയാണ് കേട്ടോ. 12521 ആണ് നമ്മൾ പോകുന്ന വണ്ടിയുടെ പേര്. തിരിച്ച് വരുന്നത് 12522. 3442 കിലോമീറ്റർ, 60 മണിക്കൂർ 40 മിനിറ്റ് എടുക്കും ഈ വണ്ടി സഞ്ചരിച്ചെത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബറോണി എറണാകുളം ഗപ്തിസാഗർ എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ എൻ്റെ ചെയ്യണം. നമ്മളിപ്പോൾ കാൺപൂർ എത്താറായിട്ടുണ്ട്. അപ്പോൾ കാൺപൂർ എത്താറാകുമ്പോൾ വണ്ടി കറണ്ട് പോയാ ഫുൾ ഓഫായ പോലെ ഇവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ കാൺപൂർ എത്താറായിട്ടുണ്ട്. അപ്പോൾ കാൺപൂരിൽ നിന്ന് സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ കോച്ചിൽ വെള്ളം വരുന്നുണ്ട്. എന്തോ ഇത് വണ്ടി കറണ്ട് പോയോ? ഇനി വണ്ടിയിലെ കോച്ചിലെ AC ഒക്കെ ഓഫായല്ലോ. ദൈവമേ എന്തൊക്കെയാണോ ദൈവമേ. അപ്പോൾ ബറോണി എറണാകുളം ഗപ്തിസാഗർ എക്സ്പ്രസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ അടുത്ത ദിവസം കാണാം. ബൈ.